നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മേയർ ആര്യ രാജേന്ദ്രൻ KSRTC ഡ്രൈവർ തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തുമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഡ്രൈവർ യദുവിനെതിരായ ലൈംഗികാധിക്ഷേപ കേസിലാണ് മൊഴി രേഖപ്പെടുത്താൻ ഒരുങ്ങുന്നത്. തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ കന്റോൺമെന്റ് പോലീസ് അപേക്ഷ നൽകിയിരിക്കുകയാണ്. KSRTC ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചതാണ് പ്രശ്നത്തിന് തുടക്കമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ ആരോപിക്കുകയും പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. മേയറുടെ പരാതിയിൽ നടപടിയെടുത്ത പോലീസ് യദുവിന്റെ പരാതിയിൽ യാതൊരുവിധ നടപടിയും എടുത്തിട്ടില്ല. ഈ സാഹചര്യത്തിൽ പ്രതികരണവുമായി യദു രംഗത്തെത്തിയിരിക്കുകയാണ്. നിയമപരമായ ഒരു പരിരക്ഷയും കിട്ടുന്നില്ല എന്നാണ് യദു പറയുന്നത്. ഇതുവരെ താൻ പ്രതികരിച്ചിട്ട് ആരും കേൾക്കുന്നില്ല. മേൽ നടപടികൾ തന്റെ വക്കീൽ പറയുന്ന രീതിക്ക് നീങ്ങാനാണ് തീരുമാനം. കന്റോൺമെന്റ് പോലീസിന്റെ കീഴിൽ യദു എന്ന പേരിൽ ഒരു വിംഗ് തന്നെയുണ്ട്. ഞാൻ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, ആരെ വിളിക്കുന്നു എന്നെല്ലാം അന്വേഷിക്കും. തന്റെ പുറകെ നടക്കുന്ന സമയം ഈ മെമ്മറി കാർഡും കാറും കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. മേയർക്കും MLAക്കും രക്ഷപ്പെടാനുള്ള പഴുതുകൾ പോലീസ് ഒരുക്കുകയാണെന്നും അധികാരവും പദവിയും ഉള്ളവരെ തൊടാതെ സാധാരണക്കാരനെ പിടിച്ചുകൊണ്ടു പോകാനാണ് ശ്രമം നടക്കുന്നതെന്നും യദു ആരോപിക്കുന്നു. കേസുമായി ബന്ധമില്ലാത്ത സ്റ്റേഷൻ മാസ്റ്ററെയും കസ്റ്റഡിയിലെടുത്തു. ഇത് അന്വേഷിക്കേണ്ടത് ടെക്നിക്കൽ സെഷനിൽ ഉള്ളവരോടാണ്. അന്നുണ്ടായിരുന്ന ആരെയും ചോദ്യം ചെയ്തതായി എനിക്ക് അറിയില്ല. കണ്ടക്ടറിനെ ചുമ്മാ സ്റ്റേഷനിൽ ഇരുത്തുന്നു. അന്ന് ഉണ്ടായിരുന്നവർ CIT യൂണിയനിൽ ഉള്ളവരായിരുന്നു എന്നാണ് താൻ അറിഞ്ഞത്. അന്നത്തെ ദിവസം ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവർ ആരാണോ അവരെയെല്ലാം ചോദ്യം ചെയ്യണം. തന്റെ ജോലിയുടെ കാര്യത്തിലും തീരുമാനമായിട്ടില്ല. പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ വാർക്കപ്പണിക്കെങ്കിലും പോകാമായിരുന്നു എന്നും യദു പ്രതികരിക്കുന്നു. നേരത്തെ മേയർ ആര്യ രാജേന്ദ്രനും ഉണ്ടായ തർക്കത്തിനു ശേഷം ബസ്സിലെ ക്യാമറയുടെ മെമ്മറി കാർഡ് കാണാതായ കേസിൽ KSRTC ഡ്രൈവർ യദുവിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത യദുവിനെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലെത്തിച്ചാണ് ചോദ്യം ചെയ്തത്. തമ്പാനൂർ പോലീസ് അന്വേഷിക്കുന്ന കേസിൽ സ്റ്റേഷൻ മാസ്റ്ററെയും ബസ്സിലെ കണ്ടക്ടറെയും ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്നും വീണ്ടും വിളിപ്പിക്കുമെന്നും പോലീസ് അറിയിക്കുകയും ചെയ്തു. മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട യദുവിനെ പോലീസിന് സംശയമുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. മേയർ ഡ്രൈവർ തർക്കത്തിൽ ഇതിനോടകം തന്നെ 3 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആര്യയും യദുവും ഒരു അഭിഭാഷകനും കൊടുത്ത പരാതികളാണ് കേസെടുത്തിട്ടുള്ളത്. ഈ കേസുകളുമായി ബന്ധപ്പെട്ട് കന്റോൺമെന്റ് പോലീസ് പലയിടങ്ങളിലെ പരിശോധനകൾ നടത്തിവരികയാണ്. യദുവിനെ വീണ്ടും അറസ്റ്റ് ചെയ്യാനുള്ള വഴിയൊരുക്കിയാവും ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തൽ. ഈ കേസിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർക്കുന്നതിന് വേണ്ടിയാണ് ഇത്. യദു നൽകിയ പരാതിയിൽ കോടതി ഇടപെടൽ കാരണം മേയർക്കും ഭർത്താവും MLAയുമായ സച്ചിൻ ദേവിനുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരുന്നു. യദുവിനെ KSRTCക്ക് തിരിച്ചെടുക്കേണ്ട സാഹചര്യം ഇതുമൂലം ഉണ്ടാകുന്നത്. ഇതെല്ലാം മനസ്സിലാക്കിയാണ് യദുവിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകളിൽ കേസെടുക്കുന്നത്. സംഭവ ദിവസം രാത്രി മേയർ നൽകിയ പരാതിയിൽ ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരുന്നു. തർക്കത്തിന് കാരണം ഓവർടേക്കിംഗുമായി ബന്ധപ്പെട്ടല്ല എന്നും സ്ത്രീകളോട് മോശമായി പെരുമാറിയതാണെന്നും അതുകൊണ്ടാണ് പരസ്യമായി പ്രതികരിച്ചതെന്നും ഭർത്താവും MLAയുമായ സച്ചിൻ ദേവ് അസഭ്യം പറഞ്ഞുവന്നത് നുണയാണെന്ന് മേയർ വ്യക്തമാക്കിയിരുന്നു. ഈ മൊഴി മജിസ്ട്രേറ്റിന് മുമ്പിൽ മേയർ ആവർത്തിക്കും. നിലവിൽ ജാമ്യമില്ലാ കേസിലെ പ്രതിയാണ് മേയർ. ആ മേയർ എങ്ങനെ അറസ്റ്റ് വരിക്കാതെ മൊഴി നൽകാൻ എത്തുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. നേരത്തെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതടക്കം കമ്മീഷണർക്ക് യദു നൽകിയ പരാതിയിൽ പോലീസ് നടപടിയൊന്നും എടുത്തിരുന്നില്ല. ഇതോടെ ഡ്രൈവർ കോടതിയെ സമീപിച്ചു. ഇതിനിടെ അഭിഭാഷകനായ ബൈജു നോയൽ ജില്ലാ കോടതിയിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് മേയർക്കെതിരെ അടക്കം കേസെടുക്കുകയായിരുന്നു. ഈ കേസിൽ മേയറെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യവുമുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ 27-ന് തിരുവനന്തപുരം പാളയത്ത് വെച്ചുണ്ടായ തർക്കമാണിത്. തൽക്കാലം KSRTCയിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ് യദുവിനെ. സ്ത്രീയെ അപമാനിച്ചതിന് ജാമ്യമില്ലാ കേസ് വന്നാൽ യദുവിനെ KSRTC ജോലിയിൽ നിന്നും പുറത്താക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.